ദൃശ്യം സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കോൾ വന്നിട്ടുള്ളത് ഇങ്ങനൊരു മൂവി ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ പറയുക, അറിയാം മൈ ബോസും മെമ്മറീസും ഒക്കെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ, അന്ന് അങ്ങനെയാണ് നമ്മൾക്ക് അറിയാവുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, നല്ലൊരു സിനിമ ചെയ്യാൻ പോണു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ദൃശ്യം കയറി ഇങ്ങനൊരു ഹിറ്റായത്. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി, ഇത്രയും ഹിറ്റായ സ്ഥിതിക്ക് ഇനി ഞാൻ തന്നെ ആയിരിക്കുമോ ആ മൂവിയിൽ ഉണ്ടാവുക, ഇത്രയും ഹിറ്റായില്ലേ. അപ്പോൾ ഒരു സംശയം തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്, എന്ത് പാപനാശവും ദൃശ്യം എന്ത് ഹിറ്റായി കഴിഞ്ഞാലും അദ്ദേഹം തന്ന വാക്ക് ഒരിക്കലും പാലിക്കാണ്ടിരുന്നില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ തന്നെയാണ് ഇതിനകത്ത് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ആദ്യം വന്ന കോളിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമായത് സെക്കൻഡ് കോൾ വന്നപ്പോഴാണ്. ശരിയാണ് പറഞ്ഞത്, എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആദ്യത്തെ ആഗ്രഹം രഞ്ജിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു, അത് സാധിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നത്തെ ആഗ്രഹം വരുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഓഫറും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷെ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മോഡേൺ ക്യാരക്ടറാണ്. ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു സംഭവമാണത്. അത് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിനിമ പോലും അന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ടാലൻറ്റഡ് ആണോന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിത്തുചേട്ടൻ പറഞ്ഞത്, ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരാളിനെ പറഞ്ഞു താനാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എൻ്റെ അതല്ലെങ്കിൽ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ആളുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഞാനത് ചെയ്യില്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. അതിൽ ഞാൻ ടാലൻറ്റഡ് ആണോ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന് സ്യൂട്ടാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിസൾട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ കാണാത്ത ജ്യോതി തന്നെയാണ് ഇതിനകത്ത്, ഭയങ്കര ചേഞ്ചായി പോയിട്ട് ഇത് ഇങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ കറക്റ്റാണെന്ന് ഒരു ആസ് എ ഡയറക്ടർ ആൾക്ക് തോന്നിയിട്ടുണ്ടാവുള്ളിൽ, ഈ കുട്ടി ചെയ്താൽ ശരിയാവും എന്നുള്ളത്. അതും ആയിരിക്കാം. പേടി ഉണ്ടായില്ല, അതിശയമല്ല, സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ ഡയറക്ടറിൻ്റെ കൂടെ ഇന്നുവരെ വർക്ക് ചെയ്തിട്ടില്ല, എങ്ങനെയുണ്ടാവും എക്സ്പീരിയൻസ് എന്നുള്ളത്. പക്ഷെ ഭയങ്കര ഹാപ്പി അത് പിന്നെയാണ് ആയത്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എത്ര ടേക്ക് വേണമെങ്കിലും പോവാൻ, ദേഷ്യപ്പെടുക ഒന്നും ചെയ്യാതെ ഇങ്ങനെ എനർജറ്റിക്കായിട്ട് ഓടി നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ ഇത്ര മതി, അങ്ങനെ എന്നെല്ലാം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. റോസായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, ജസ്റ്റ് ബിഹേവ് ചെയ്താൽ മതിയായിരുന്നു അവിടെ. കാരണം നമ്മളെ ഓൾറെഡി ജ്യോതി എന്നുള്ള വിട്ട് റോസ് തന്നെ ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ചിത്തുചേട്ടൻ. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും എല്ലാം സന്തോഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. റോസ് ഒരുപാട് ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ടതെന്ന് ചിത്തുചേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ കുറച്ചേ പറയുള്ളൂ. റോസ് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ജോസുട്ടിയുടെ ഇപ്പോൾ 10 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ജോസുട്ടിയുടെ ജീവിതത്തിൽ റോസും വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ജീവിതം മാത്രം, അതാണ് നമുക്കും പറയാനുള്ളത്. ഇതൊരു സാധാരണ ജീവിതമാണ്. പക്ഷേ അത് നമ്മൾ കഥ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാർക്ക് എന്താ ഇപ്പോൾ വലിയ ഇൻ്റർവ്യൂ കണ്ടതല്ലേ അതിലുള്ള അതേ കഥ തന്നെ അങ്ങനെയല്ലേ പറയാം. അതുകൊണ്ടാണ് പറയാത്തത് കൂടുതലൊന്നും. അതായത് ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടേ അതിൽ. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വണ്ണം കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നടന്നു എന്നുള്ളത് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. അത് മാത്രമേ ഞാൻ ശ്രമിച്ചുള്ളൂ. മോഡേൺ ഡ്രസ്സുകൾ ഇടുമ്പോൾ ഭയങ്കര വണ്ണായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറാവില്ല വെച്ചിട്ട് കുറച്ചൊന്ന് അതിനു വേണ്ടി മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നാൽ ഈ പറയുന്ന ഡയറക്ടർ നമ്മൾക്ക് എല്ലാം ശരിയാക്കി തരും. പിന്നെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. കാരണം ഇതിൽ റോസ് ഇച്ചിരി മുകളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജോസുട്ടി ഒരു പാവം, റോസ് ഇച്ചിരി കേമിയാണ്. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എങ്ങനെയാണെങ്കിലും മനസ്സിൽ ദിലീപേട്ടനാണല്ലോ, പുള്ളിയുടെ അടുത്ത് എങ്ങനെ ഒന്ന് കയറി സംസാരിക്കും എന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ പുള്ളി അത് വളരെ നന്നായിട്ട് തന്നെ നമ്മളെ കംഫർട്ട് ചെയ്തിരുത്തി, ഇങ്ങനെ തന്നെ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാക്കി തന്നുകൊണ്ട് അതും വളരെ സുഖമായിരുന്നു. അതുകൊണ്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു
എന്താ പറയുക ഹോംവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ ഒരിക്കലുമില്ല. ജാട അങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദിലീപേട്ടൻ ഒരു ജാടയില്ലാത്ത ആളാണ്, വളരെ ഫ്രീ ആണ് എന്നുള്ള കാര്യം. ജോസുട്ടി റോസും വരുന്ന ഒരു കോമ്പിനേഷൻ ടൈമിൽ എന്തായാലും ഞാനൊന്ന് പൊടിക്ക് കയറി നിൽക്കണ്ടായിരുന്നു. പുള്ളി തന്നെ ഒന്ന് താന്നങ്ങനെ നിന്ന് തരും. റോസി അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കും പ്രശ്നമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് ജോസുട്ടിയാണ്, ദിലീപല്ല, അങ്ങനെ ഒരു ഫീല് നമുക്ക് ആൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞാലും പുള്ളി ഇങ്ങനെ വന്ന് വർത്താനം പറഞ്ഞു. ആൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആളെ നമ്മൾക്കൊരു ചെറിയ പേടിയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് ആളങ്ങനെ പതുക്കെ മാറ്റി തന്നു. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു വർക്കാണ് ജോസുട്ടി. ഇപ്പം കാണുന്നതിലും പാവമാണ് സെറ്റിൽ. ഇപ്പം കാണുമ്പോൾ മീഡിയ ആണെങ്കിൽ കൂടിയിട്ടും വലിയ കുറച്ച് പരിചയമില്ല കുറവുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ച് ഇതായിട്ട് നിൽക്കുക. പക്ഷെ നമ്മളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഇതിലും പാവമായിട്ടാണ് പുള്ളി സെറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രീഡം പുള്ളിയുടെ അടുത്ത് എടുക്കുമ്പോൾ പറയും അത്ര വേണ്ട, ഞാൻ അങ്ങനെ പാവമായിരിക്കണമെന്നൊന്നും നോക്കണ്ട എന്നൊക്കെ പറയും. നമ്മൾ എന്താ പറയുക, ചില ഡയറക്ടേഴ്സൊക്കെ നമ്മളെ പരസ്യമായിട്ട് ചീത്ത വിളിക്കും. അപ്പോൾ നമ്മൾക്കത് ആർട്ടിസ്റ്റിന് ഭയങ്കര വിഷമം, നമ്മൾ ഡൗൺ ആയിപ്പോവും. അയ്യോ അതൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ പോലും. പക്ഷേ ജിത്തു ചേട്ടൻ മാറ്റി നിർത്തിയിട്ട് കാര്യം പറഞ്ഞു തരും. അത്രയും ഒരു പാവമാണ് ശരിക്കും പുള്ളി. ഈ കാണുന്നതിലും പാവമാണ്.